ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഉമ്മവെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്ന മലീമസമായ ചുറ്റുപാടിൽ, വളരെ മലീമസമായ ചുറ്റുപാടിൽ ആർക്കും ആരെയും വേണ്ട. പഴയകാലത്ത് പെൺകുട്ടികൾക്ക് ഉപ്പാ ഉമ്മ ഹൃദയത്തിൻ്റെ ഉള്ളറയുള്ള മാണിക്കക്കല്ലുകളായിരുന്നു, മുത്തുകളായിരുന്നു. പക്ഷേ ഇന്ന് 17-18 വയസ്സുള്ള പെൺകുട്ടികൾ പോലും എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, അതല്ലെങ്കിൽ പുതിയാപ്പിള വേണ്ട, ഞാൻ പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നു, അതോടുകൂടെ മോളെ വാപ്പ പറയാ മോളെ ഒരു ജീവിതം, വാപ്പ ഉപ്പ ഉമ്മ ആ 2 മുത്തുകൾ പോലും പറഞ്ഞാൽ ഒരു അനുസരണമില്ലാത്ത പെൺകുട്ടികൾ മക്കളെ പെൺകുട്ടികളോട് പറയുന്നു മോളെ ഈ മഹാന്മാരെ സദാത്തുക്കളെ ഉസ്താദുമാരെ എല്ലാം ഇരുത്തി എൻ്റെ കുട്ടികളോട് പറയുന്നു, എൻ്റെ പെൺമക്കളുടെ പ്രായത്തിലുള്ള മോളോട് പറയുന്നു മോളെ അരുത്, മോളെ അരുത്, അതിരുവിട്ട് നീ സംസാരിക്കരുത്. ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് പറയാൻ റസൂലുള്ളാഹിനെ പറയാനുണ്ട്, അല്പം അത് സമയം നഷ്ടപ്പെട്ടു പോകും. ഞാൻ എൻ്റെ പെൺമക്കളോട് പറയുന്നു മക്കളെ അരുത്, ജീവിതം നശിപ്പിക്കരുത്, ഈ പ്രസരിപ്പ് കാലം നിങ്ങളുടെ നല്ല ഭാവി തുലക്കരുത്. 4-5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കും വേണ്ടാത്ത ചില അവസ്ഥകൾ വരും, സ്ഥിതിഗതികൾ അങ്ങനെയാണ്. ചിലപ്പോൾ എൻ്റെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന വിരലുകൾ കടിക്കേണ്ടി വരും. മക്കളെ ഒരു ജീവിതമാണ് കുടുംബ ജീവിതം, അതാണ് മോളെ ഏറ്റവും വലിയ ബറക്കത്തുള്ള ജീവിതം. അത് നഷ്ടപ്പെട്ട് എന്ത് ജോലിക്ക് പോയിട്ട് ഏത് വേങ്ങരങ്ങാടിയിൽ ചെമ്മാട്ടങ്ങാടിയിൽ ചെന്നിട്ട് 6000-7000 രൂപയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കാര്യം നിൽക്കണമെന്നുള്ള ചിന്തയുമായി മോളെ നീ ഇറങ്ങിത്തിരിച്ചാൽ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും കെട്ട് ജീവിക്കണ്ട. ആ ഗതികേട് മോളെ വന്നു പോകരുത്. എവിടെ ചെന്നാലും എത്ര പഠിച്ചാലും ഏത് പഠിക്കണമെന്നല്ല അത് ഞാൻ ആ വിഷയം വാട്സപ്പ് ലോകമാണ്. ഇത് എതിരി എഴുതാനും നിരൂപിക്കാനും ആളുകളുണ്ടാവും. ഞാൻ ധാരാളം കുട്ടികളെ വളർത്തുന്നവരാണ്. പെൺകുട്ടികളെ നല്ലതുപോലെ പഠിപ്പിക്കണമെന്ന് വാശി പിടിച്ച് പഠിപ്പിക്കുന്നവരിൽ ഒരുവനാണ്. പാടന്തറ മർക്കസിൽ ഇന്നും ധാരാളം പെൺകുട്ടികളെ വളർത്തുന്നുണ്ട്. ഞാനത് ഒരിക്കലും അതിനെതിരില്ല, എതിരാളിയല്ലെന്ന് നിങ്ങൾ ഓർക്കണം മോളെ. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാ ആയുസ് തുലക്കരുത്, ഭാവി തുലക്കരുത്. ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നെന്ന് മാത്രം, ജീവിതം നശിപ്പിക്കരുത്. സ്വന്തം കാര്യം നിൽക്കണം, ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കാൻ ഒരു മടി. പക്ഷേ മോളെ നീ പഠിച്ചിട്ട് ആരുടെ കാര്യം കീഴിലാണ് നിൽക്കേണ്ടത്, എവിടെയാണ്, ഏത് കടകളിലാണ്, ഏത് സ്ഥലത്താണ് മോളെ ഓർക്കണം. നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പെൺകുട്ടികൾ നെഞ്ചത്ത് കൈവച്ച് ഓർത്ത് ജീവിക്കണമെന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുന്നെന്ന് മാത്രം.